Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. കാട്ടാൻ. സോ നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു സീരീസ് ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആള് തന്നെയാണ് ഈ സീരീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിജയ് സേതുപതിയുടെ സീരീസ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇത് കണ്ടത്. ഫ്രം ദ ഡയറക്ടർ ഓഫ് കടൈസി വ്യവസായി. സോ ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ യു ഗൈസ് ആർ മിസ്സിംഗ് എ മാസ്റ്റർ പീസ്. അതൊരു അണ്ടർ റേറ്റഡ് മാസ്റ്റർ പീസ് ആണ്. വേണ്ട ഒരു അപ്രീസിയേഷനും ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. പലർക്കും ഇങ്ങനെ ഒരു പടം ഉള്ളത് തന്നെ അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പടമാണ്. നമ്മൾ പറയില്ലേ 300 കോടി ഉണ്ട്, 400 കോടി ഉണ്ട്, 400 കോടിയുടെ പടമാണ്, 500 കോടിയുടെ പടമാണ്. എത്ര കോടി ഉണ്ടെങ്കിലും ചില സിനിമകൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 96 മെയ് അഴകൻ ആ ഒരു ലിസ്റ്റിലുള്ള പടമാണ് നമ്മുടെ കടൈസി വ്യവസായി. കിഡു പടമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോയിക്കോ. ദാറ്റ്സ് എ മാസ്റ്റർ പീസ്. സോ ആ ഒരു സിനിമയുടെ ഡയറക്ടറിന്റെ സീരീസ് ആണ് പറയുമ്പോൾ എക്സ്പെക്ടേഷൻസ് കൂടുതലായിരുന്നു. കാരണം അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വേറെ ലെവലാണ്. ദിസ് ഇസ് ആക്ച്വലി വെരി നൈസ് സീരീസ്. ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പല തരത്തിലുള്ള എ റേറ്റഡ് പടങ്ങൾ നോം പാത്തിருக்கு. അതായത് എ റേറ്റഡ് വയലൻസ് സിനിമകൾ, എ റേറ്റഡ് ത്രില്ലർ, മറ്റേ എ റേറ്റഡ് പടങ്ങൾ, എ റേറ്റഡ് ഫീൽ ഗുഡ് പടങ്ങൾ പാത്തിരിക്കുക. പാക്കണമാ എന്നാ കാട്ടാൻ കണ്ടോ. കാട്ടാൻ പറയുമ്പോ മുത്തു ഏലിയാസ് കാട്ടാൻ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. വിജയ് സേതുപതിയുടെ ഒരു ക്യാരക്ടർ, ഒരു പെർഫോമൻസ് ഉണ്ട് മോനെ, വെരി നൈസ്. ഇപ്പൊ കുറച്ചായിട്ട് വിജയ് സേതുപതി സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. ഇപ്പൊ ഗാന്ധി ടോക്സ് ആയാലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത പടം. പിന്നെ കത്രീന കൈഫായിട്ട് ഒരു പടമൊക്കെ ചെയ്യുന്നത് മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ആണ്. അതും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഇഷ്ടപ്പെടുന്ന പടങ്ങളാണ്. എന്നാൽ ഇത് നമ്മുടെ പഴയ വിജയ് സേതുപതി ഇസ് ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീരീസാണ്. ഈ 3/4 ഓഫ് ദി സീരീസ് ഇസ് ആക്ച്വലി ഫീൽ ഗുഡ്. ഇത് എ റേറ്റഡ് ആണ്, അല്ലെങ്കിൽ മറ്റേ വയലൻസ് ഉണ്ട് പറഞ്ഞാലും മുക്കാ ഭാഗം ഫീൽ ഗുഡ് പരിപാടികളാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ആട്, മാട്, കോഴി, മല, കുന്ന്, പുഴ, വാഴ, അങ്ങനത്തെ സാധനമൊക്കെയാണ് കാണിക്കുന്നത്. കടൈസി വ്യവസായി സിനിമയുടെ ഡയറക്ടറുടെ സീരീസ് ആകുമ്പോൾ ഈ നേച്ചറിനും അതേപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഇതിലൊരു ആനയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, ആടിന് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, നേച്ചറിന് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. നല്ല രസമാണ്. കടൈസി വ്യവസായില് നമ്മുടെ വിജയ് സേതുപതിക്ക് ഒരു യുണീക് ക്യാരക്ടർ ആയിരുന്നില്ലേ, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ മുത്തു ഏലിയാസ് കാട്ടാൻ. എന്തു രസമായിട്ടാണ് അങ്ങനെ പെർഫോം ചെയ്തിരിക്കുന്നത് അറിയുന്നത്. പക്ഷെ വയലൻസ് ഉണ്ട് കേട്ടോ. അവസാനത്തെ 2 എപ്പിസോഡിൽ അത്യാവശ്യം നല്ല കൊട്ടൂര വയലൻസ് ഉണ്ട്. ഒരു എല്ലൊക്കെ കുത്തിക്കേറി ചാവുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് കൊട്ടൂര ക്രൂരമാണ്. കാട്ടിന്റെ ഉള്ളിൽ ഒരു പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ കേസൊന്നും ഇല്ലാണ്ട് പോലീസ് സ്റ്റേഷൻ പൂട്ടാൻ പോവാണ്. അപ്പോഴാണ് ഒരു മലയുടെ മുകളിൽ നിന്ന് വിജയ് സേതുപതിയുടെ വെട്ടിയ തല കിട്ടുക. അതന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതായത് ഈ സീരീസിന്റെ മെയിൻ ലീഡിന്റെ തലേനെ വെട്ടിയിട്ട് കിട്ടും, പക്ഷെ ബോഡി ഇല്ല. പിന്നീട് ആ ബോഡി കണ്ടുപിടിക്കലും പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു 10 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ദിസ് ആക്ച്വലി സ്ലോ ബേൺ ഡ്രാമ. ക്ഷമ വേണം. അല്ലാതെ എടുത്തോ പിടിച്ചോ മറ്റേ ത്രില്ലർ മൂട്ടില് മുൾമുനയിൽ നിർത്തണു അങ്ങനത്തെ പരിപാടിയല്ല. കുറെ ഡിഫറെന്റ് ലെയേഴ്സ് ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതായത് നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. എല്ലാ സീരീസിനും പോലെ ഇതും നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അവിടെ കുറച്ച് സീൻ കാണിക്കും, ഒരു പിടുത്തം കിട്ടില്ല. എന്നാൽ ടുവേർഡ്സ് ലാസ്റ്റ് അതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കണക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ പോലെ ആക്കി തരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരീസ്. എല്ലാവർക്കും വർക്ക് ആവുമെന്നൊന്നും എനിക്ക് അറിയില്ല, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡ്യൂറേഷൻ ആൻഡ് നമ്പർ ഓഫ് എപ്പിസോഡ്. ഒരു എപ്പിസോഡൊക്കെ 40-45 മിനിറ്റ് ഉണ്ട്. അങ്ങനത്തെ 10 എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ സമയം വേണം, ക്ഷമ വേണം. വിജയ് സേതുപതിയുടെ ഇൻട്രോ തന്നെ കിടുവാണ്. ഒരു ആനയുടെ മുകളിൽ ഇരുന്നിട്ട് അണ്ണൻ ചക്കയൊക്കെ തിന്നിട്ട് വരുമ്പോൾ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് രസമായിരുന്നു പറയും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് ആക്ച്വലി വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നല്ല രസമുണ്ട്. ഈ വൺ ഗൂസ് ബംസ് അടിക്കുന്ന സാധനമല്ല, ഇടയ്ക്ക് ഭയങ്കര സട്ടിലായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം. ആൻഡ് ഇതിൽ വിജയ് സേതുപതിക്ക് ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ഒരു ഓർഫനേജിൽ വെച്ചിട്ട്. ഭയങ്കര രസമായിരുന്നു. അതായത് ഒലിപ്പിക്കലും വെറുപ്പിക്കലും അല്ല, ഗിമ്മിക്സ് പരിപാടിയല്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള സാധനം. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് ഉണ്ട്. വേർഡ്സ് ആർ ഇനഫ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ആൻഡ് ഇത് കൂടുതലും നടക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മലയാളത്തിലെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. സോ ആരൊക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ഒന്നും എനിക്ക് അവരെ തോന്നിയില്ല. ഇതിലെ ഏറ്റവും കിടു പെർഫോമൻസ് വിജയ് സേതുപതി കഴിഞ്ഞു വെച്ചാൽ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ഓഫീസർ ഉണ്ട്.
അങ്ങേരൊക്കെ എന്നാ കിടുവായിട്ടാ പെർഫോം ചെയ്തിരിക്കലോ. ആ പോലീസ് സ്റ്റേഷനിലുള്ള സകലമാന പോലീസ് ഓഫീസേഴ്സും നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സിന്ധു അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറിൽ വിജയ് സേതുപതിയുടെ ലവർ ആയിട്ടൊരു കൊച്ചു വരുന്നുണ്ട്. ആ കൊച്ചു വളരെ വൃത്തിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. മീന പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചു വെരി നൈസ്. സോ പെർഫോമൻസ് വൈസ് മലയാളം ആക്ടേഴ്സ് ഒക്കെ ശോകമാണെങ്കിലും ഇവര് ഭയങ്കര രസത്തിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് അവൈലബിൾ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. 10 എപ്പിസോഡ് ഉണ്ട്. ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ ആൻഡ് ഹാവ് സം പേഷ്യൻസ്. എന്നാ ഇത് നല്ല രസമാണ്. ഇതിന്റെ എൻഡിങ് ഒക്കെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ട് വിട്ടിരിക്കണം. അതായത് ഞാൻ പറയാം, ഇത് സ്പോയിലർ ആണ്, കാണാത്തവർ ഇവിടെ വെച്ചിട്ട് നിർത്തിപ്പോയിക്കോ. വിജയ് സേതു തല എങ്ങനെ വെട്ടി, ആര് വെട്ടി, അത് കാണിക്കില്ല. മേ ബി ആ ഒരു ക്യാരക്ടർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരക്ടർ ഇമ്മോർട്ടൽ ആയിട്ട് ഇരുന്നോട്ടെ പറഞ്ഞിട്ട് വിട്ടതായിരിക്കും. ആ ഗ്രാമത്തിൽ എല്ലാവരുടെയും വിജയ് സേതുപതി ഉണ്ട് എന്ന ആൾക്കാർ വിചാരിച്ചോട്ടെ പറഞ്ഞിട്ട് വിട്ടതായിരിക്കും തോന്നും. ഐ ഡോണ്ട് റിയലി നോ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. കാറ്റാൻ ഏലിയാസ് മുത്തു ഏലിയാസ് കാറ്റാൻ സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.